നമസ്കാരം. സംസ്ഥാന സർക്കാരിനെതിരെയും CPM-നെതിരെയും കടുത്ത വിമർശനവുമായി വയനാട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ്. ഈ നശിച്ച പാർട്ടിയെ കേരളത്തിൽ നിന്നും തുരത്തിവിടണം. തന്റെ മകനെ കൊലപ്പെടുത്തിയ പാർട്ടി രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല. രാജ്യത്തിന് ഈ പാർട്ടി ഉണ്ടാകരുത്. ഏറ്റവും നന്നായി ദ്രോഹിച്ച പാർട്ടിയാണെന്നും ജയപ്രകാശ് ചൂണ്ടിക്കാട്ടി. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസിൽ CBI അന്വേഷണം തുടരുന്നതിനിടെയാണ് ജയപ്രകാശിന്റെ ആരോപണം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അടുത്തിടെ CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പ്രാഥമിക കുറ്റപത്രമാണ് കേന്ദ്ര ഏജൻസി കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചത്. കേരള മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊലപാതകമായിരുന്നു വയനാട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റേത്. മാസങ്ങൾ നീണ്ടുനിന്ന മാനസിക ശാരീരിക പീഡനങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സഹപാഠികളടക്കം ഒരു കൂട്ടം SFI നേതാക്കളുടെ ക്രൂര പീഡനങ്ങളെ തുടർന്ന് സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുന്നത്. ഹോസ്റ്റൽ വാർഡനും ഡീനും അടക്കം അതിന് കൂട്ടുനിന്നിരുന്നു എന്നും പുറത്തുവന്ന വിവരത്തിൽ പറയുന്നുണ്ട്. എന്നാൽ കൊലപാതകത്തേക്കാൾ വലിയ ഹീന കൃത്യങ്ങളാണ് കൊലപാതകത്തിന് ശേഷം പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി സർക്കാരിന്റെയും പാർട്ടിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വയനാട്ടിലെ പാർട്ടിയുടെ പ്രമുഖ നേതാവ് തന്നെ പ്രതികളെ രക്ഷിക്കുവാൻ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏറ്റവും അടുത്തായി കേസ് CBIക്ക് വിടണമെന്ന് പറഞ്ഞിട്ടും സർക്കാർ കുറ്റകരമായ അനാസ്ഥ പുലർത്തിയതും തെളിവ് മുഴുവൻ നശിപ്പിക്കാൻ പോലീസിന് സമയം അനുവദിച്ചതും വാർത്തയായിരുന്നു. CBIക്ക് കേസ് വിടുമെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു നടപടിയും ചീഫ് സെക്രട്ടറിയോ ബന്ധപ്പെട്ട വകുപ്പുകളോ എടുത്തിരുന്നില്ല. ഇതിനെ തുടർന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രതിഷേധിക്കുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്തതിനു ശേഷമാണ് നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറായത്. നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ പിതാവിന് അദ്ദേഹത്തിൽ നിന്നും ഉറപ്പ് ലഭിച്ചത്. എന്നാൽ ഉറപ്പ് കൊടുത്ത രംഗം ഒരൽപ്പം ശാന്തമായ ഉടൻ തന്നെ പോലീസ് അന്വേഷണം നിർത്തിവെച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു പിണറായി വിജയൻ. ഇത്തരത്തിൽ കൊടും വഞ്ചനയുടെ ഒരു കൂട്ടം തന്നെയാണ് സിദ്ധാർത്ഥിനോടും സിദ്ധാർത്ഥിന്റെ കുടുംബങ്ങളോടും CPM എന്ന നരാധമന്മാരുടെ പാർട്ടി നടത്തിയത്. ഇതിനെതിരെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് മുന്നോട്ട് വന്നിരിക്കുന്നത്.